നാക്കിട്ട് പല്ലിനെ ഫ്രണ്ടിലോട്ട് തള്ളുന്നത്. അതൊരു ചില പിള്ളേർക്ക് ഭയങ്കര ഒരു ദുശ്ശീലമാണ്. അപ്പോൾ പല്ലിൻ്റെ അഴുക്ക് പോകാനായിട്ടാണ് നമ്മൾ പല്ല് തേക്കുന്നതെങ്കിൽ അത് ബ്രഷ് യൂസ് ചെയ്ത് തന്നെ തേക്കണം. വിരൽ ഉപയോഗിച്ച് പല്ല് തേച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പല്ലിലെ അഴുക്ക് പല്ലിൻ്റെ ഇടയിലാണ് പോയി അത് അഴിഞ്ഞു കൂടുന്നത്. നമുക്ക് ഉമിക്കിരി ഇട്ട് പല്ല് തേക്കുന്നത് ശരിക്കും സാൻഡ് പേപ്പർ ഇട്ട് പല്ലിട്ട് ഉരയ്ക്കുന്ന എഫക്റ്റാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിക്കുന്ന ഓരോ അബദ്ധങ്ങളായിരിക്കും അല്ലേ നമുക്ക് തന്നെ അതൊരു പ്രശ്നമായി മാറുന്നത്. ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാനുള്ളത് ഡോക്ടർ റെന അഭിലാഷ്, ഡെന്റിസ്റ്റ്, ശക്തി ഹോസ്പിറ്റൽ, പ്രാവച്ചമ്പലം. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഡെന്റിസ്റ്റിനോട് ചോദിക്കാനുള്ളത് നമ്മൾ കാണിക്കുന്ന പല അബദ്ധങ്ങൾ കാരണം നമ്മുടെ പല്ലിന് പറ്റുന്ന കുറേ പ്രശ്നങ്ങളാണ്. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഡോക്ടർ നമ്മുടെ പല്ലിന് വരുന്നത്? നമ്മുടെ ദുശ്ശീലങ്ങൾ എന്തൊക്കെയായിരിക്കും? നമുക്ക് നിരവധി ദുശ്ശീലങ്ങൾ കൊച്ചിലെ തന്നെ നമ്മൾ ശീലിക്കുന്ന കുറേ ദുശ്ശീലങ്ങളുണ്ട്. അതിൽ ഒന്ന്, നമുക്ക് ഈ കുഞ്ഞിലെ വിരല് ഉറിഞ്ചുന്ന ഒരു ശീലം. അത് ഒരു 3 മാസം വരെ കുഴപ്പമൊന്നുമില്ല, പിള്ളേർ വിരല് സക്കിയും. പക്ഷെ അതിന് ശേഷം ഒരു 3 വയസ്സിനൊക്കെ ശേഷം പിള്ളേർ വിരല് സക്കിയാണെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യേണ്ടി വരും. അത് നമ്മൾ ആദ്യം തന്നെ ഒരു 3 മാസമൊക്കെ ശേഷം ഈ പിള്ളേർ തമ്പ സക്ക് ചെയ്യുവാണെങ്കിൽ അത് പതുക്കെ പതുക്കെ കൈ ഒന്ന് മാറ്റി കൊടുക്കണം. അവർക്ക് ആ ഒരു ശീലം നല്ലതല്ല എന്ന് അവരുടെ ബ്രെയിനിൽ ഒരു ചെറിയ ഇമ്പൾസ് കൊടുക്കുന്നവർക്ക് നമ്മളത് മാറ്റി കൊടുക്കണം കുഞ്ഞിനെ തന്നെ. നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു 3 വയസ്സിന് ശേഷമൊക്കെ ഇവർക്ക് ആ തം സക്കിങ്ങിൻ്റെ ശീലം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒരു ചിലവർക്ക് ആങ്സൈറ്റി കൊണ്ടായിരിക്കും അവർ തമ്പ് സക്ക് ചെയ്യുന്നത്. അപ്പം സൈക്കോളജിക്കലി അവരെ ട്രീറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് അത് വിരലിൽ ഇടുന്ന ഒരു ഉറ പോലത്തെ ഒരു സാധനമുണ്ട്. അപ്പോൾ അത് അവർ ഇടുമ്പോഴത്തേക്കും അതവർ നിർത്തും. പിന്നെ വായിക്കകത്ത് വെക്കുന്ന അപ്ലയൻസസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ആ വിരൽ ഇതിനകത്ത് വായിക്കകത്ത് ഇടുമ്പോൾ തന്നെ പുറത്തിടാൻ തോന്നുന്ന രീതിയിലുള്ള അപ്ലയൻസസ് ഉണ്ട്. അപ്പോൾ ഈ തമ്പ് സക്കിങ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ആസ് പേരൻസ് കൊച്ചിലെ തന്നെ നമുക്ക് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിൽ ആ ഒരു ശീലം മാറിക്കിട്ടും. പിന്നെ ഈ തമ്പ് സക്കിങ് കാരണം എന്താ ഉണ്ടാവുന്നത്? നമ്മളുടെ പല്ലുകൾ, അതായത് വരുന്ന പെർമനന്റ് ടൂത്ത് ആയാലും പുറത്തോട്ട് അത് ഉന്തി നിൽക്കും. അപ്പം അത് ഭയങ്കര വൃത്തികേടായിരിക്കും കാണാൻ. അപ്പം അതൊക്കെ നമുക്ക് പറഞ്ഞ് പിള്ളേരെ പേടിപ്പിക്കാതെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. നമ്മൾ ഈ വിരലിങ്ങനെ സക്ക് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ സൗന്ദര്യത്തിനെ അത് ബാധിക്കും, പല്ല് ഉന്തി വരും. അപ്പം പിള്ളേർക്ക് ഓട്ടോമാറ്റിക്കലി ഇപ്പം എല്ലാ പിള്ളേരും ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു സൈക്കോളജിക്കലി നമുക്ക് അവരെ അതിൽ നിന്ന് പിന്മാറ്റി എടുക്കാൻ പറ്റും. പിന്നെ അതൊന്നും അവർ ഇത് ചെയ്യുന്നില്ല എന്ന് മാത്രം ഉണ്ടെങ്കിൽ നമുക്കതിനുള്ള അപ്ലയൻസസ് കൊടുത്ത് മാറ്റാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് ഭയങ്കര ദേഷ്യം വരുമ്പോൾ പല്ലിട്ട് എറുമ്പിക്കൊണ്ടിരിക്കും. ബ്രക്സിസം എന്നാണ് അതിനെ പറയുന്നത്. ഇതിനും കുറേയൊക്കെ സൈക്കോളജിക്കലാണ്. അപ്പം ഇതും അത് നമ്മളുടെ ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലിന് തേയ്മാനം വരും. വളരെ പെട്ടെന്ന് പിള്ളേരിലല്ല വലിയവരിലായാലും പല്ലിൽ തേയ്മാനം വന്നിട്ട് സെൻസിറ്റിവിറ്റിയും പല്ല് പൊട്ടാൻ വരെ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് അത് ഫോഴ്സ്ഫുള്ളി നമ്മളെ മനസ്സിലാക്കി അതിനെ മാറ്റാൻ ശ്രമിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് അപ്ലയൻസ് ഉണ്ട്. രാത്രി ഈ വെച്ചുകൊണ്ട് അത് കിടന്നാൽ രാത്രി ഇറുമ്പുന്നതും മാറിക്കിട്ടും. അപ്പോൾ മൗത്ത് ഗാർഡ്സ് എന്ന് പറഞ്ഞ അപ്ലയൻസസ് ഒക്കെ ഉണ്ട് അതിന് മാറ്റാനായിട്ട്. പിന്നെ ഉള്ളൊരു ശീലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാക്കിട്ട് പല്ലിനെ ഫ്രണ്ടിലോട്ട് തള്ളുന്നത്. അതൊരു ചില പിള്ളേർക്ക് ഭയങ്കര ഒരു ദുശ്ശീലമാണ്. നാക്കിട്ട് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും. പക്ഷെ അത് മൂലം ഈ പറയുന്ന കണക്ക് ഫ്രണ്ടിലത്തെ പല്ല് ഫ്രണ്ടിലോട്ട് തള്ളി വരികയും ചെയ്യും. അതും ഈ പറയുന്ന കണക്ക് പിന്നെ ഭാവിയിൽ ട്രീറ്റ്മെൻറ്റ് കമ്പിയൊക്കെ ഇട്ട് ശരിയാക്കേണ്ടി വരും. അപ്പം അതും ഇതിനും നമുക്ക് അപ്ലയൻസ് ഉണ്ട് അത് മാറ്റാനായിട്ട്. അതും ഈ സൈക്കോളജിക്കലി നമ്മളതിനെ പിള്ളേരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അപ്ലയൻസിലോട്ട് പോകേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഇതേപോലെ ചുണ്ട് കടിക്കുക, ചില പിള്ളേർക്ക് വല്ലാത്ത ശീലമാണ് ചുണ്ട് കടിക്കുക. അതുമൂലം ചുണ്ടും പൊട്ടും, അത് പല്ലിൽ നിരയും തെറ്റും. അപ്പം അത് ഇതേപോലത്തെ ഒരു ദുശ്ശീലമാണ്. അതിനും അപ്ലയൻസ് ഉണ്ട്. ഈ ചുണ്ടിൻ്റെ പല്ലിൻ്റെ ഇടയ്ക്ക് ഒരു ഡിസ്റ്റൻസ് വെക്കുന്ന രീതിയിലുള്ള ഒരു അപ്ലയൻസ് ഉണ്ട്, അത് വെക്കേണ്ടി വരും. അപ്പം അതും നമുക്ക് പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക. പറ്റില്ല എന്നുണ്ടെങ്കിൽ അപ്ലയൻസിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്.
പിന്നെ ഉള്ള ദുശ്ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാർഡായിട്ട് പല്ല് തേക്കുന്നത്. അത് ചിലവരുടെ വിചാരം പല്ല് നല്ലതുപോലെ വൃത്തിയാവണമെങ്കിൽ ഇട്ട് ഉരച്ച് തേക്കണമെന്ന്. അതൊരു വളരെ തെറ്റായ ധാരണയാണ്. വളരെ സോഫ്റ്റ് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്ത് നല്ല രീതിയിൽ പല്ല് തേച്ച് കഴിഞ്ഞാൽ പല്ലിനഴുക്ക് പോകും. പിന്നെ അത് മാത്രമല്ല ഡോക്ടർ, നമ്മുടെ കൈ വെച്ച്, നമ്മുടെ ഈ വിരല് വെച്ച് പല്ല് തേക്കുമല്ലോ, കുഞ്ഞിലേ പറയും, അതായത് പല്ലൊന്നും ഉന്തി വരാതിരിക്കാനും പല്ല് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ നന്നായിട്ട് ഈ ഒരു വിരല് വെച്ച് ഇറുക്കി തേപ്പിക്കണം, അല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് കുഞ്ഞിനെ തേപ്പിക്കണം എന്നൊക്കെ പറയാറുണ്ട്. ഇത് ശരിയുള്ള ഒരു രീതിയാണ്? ഇത് ശരിയുള്ള രീതിയല്ല. നമ്മളുടെ പല്ല് തേക്കേണ്ട ഉദ്ദേശം എന്താണ്? പല്ലിൽ അഴുക്ക് പോവാണ്. അപ്പോൾ പല്ലിൻ്റെ അഴുക്ക് പോകാനായിട്ടാണ് നമ്മൾ പല്ല് തേക്കുന്നതെങ്കിൽ അത് ബ്രഷ് യൂസ് ചെയ്ത് തന്നെ തേക്കണം. വിരൽ ഉപയോഗിച്ച് പല്ല് തേച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പല്ലിൽ അഴുക്ക് പല്ലിൻ്റെ ഇടയിലാണ് പോയി അത് അഴിഞ്ഞു കൂടുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ വിരലിട്ട് ഇങ്ങനെ ചെയ്തെന്ന് വെച്ചിട്ട് പല്ല് നിരയിലാവാൻ പോകുന്നില്ല. നമുക്ക് അത് നിരയിലാവണമെങ്കിൽ നമ്മളുടെ പാൽപ്പല്ല് കൃത്യമായിട്ട് അത് എടുത്ത് കളയണം. ദുശീലങ്ങൾ എന്തെങ്കിലും ഇതേക്കൂട്ട് ഉണ്ടെങ്കിൽ അത് മാറ്റണം. പിന്നെ പാരമ്പര്യമായിട്ട് ചിലവർക്ക് ജോയിൻ്റെ പ്രശ്നങ്ങൾ കാരണം നിര തെറ്റി വരും. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് കമ്പിയിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. പിന്നെ യൂസ് ചെയ്യുന്ന ഇപ്പോൾ ദുശീലം എന്ന് പറയുമ്പോൾ തന്നെ ശീലങ്ങളിൽ തന്നെയാണല്ലോ നമ്മുടെ ഈ ദുശീലങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ ഈ ഉമിക്കിരി പോലെയുള്ളത്, മാവില യൂസ് ചെയ്ത് പല്ല് തേക്കുന്നതുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള പണ്ടത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇതൊക്കെ ആയിരുന്നു ഫലപ്രദം, പണ്ടത്തെ കാലത്ത് ഈ ബ്രഷും ടൂത്ത് പേസ്റ്റും ഒന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്ന അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ നമുക്കുണ്ട്. അപ്പോൾ അവരോടൊക്കെ എന്തായിരിക്കും ഡോക്ടറിന് പറയാനുള്ളത്? നമുക്ക് ഉമിക്കിരി ഇട്ട് പല്ല് തേക്കുന്നത് ശരിക്കും സാൻഡ് പേപ്പർ ഇട്ട് പല്ലിട്ട് ഉരയ്ക്കുന്ന എഫക്റ്റാണ്. വെളുത്ത പല്ലെന്ന് പറയുന്നത് നമ്മളുടെ ഇനാമിലിൻ്റെ ചെറിയൊരു മഞ്ഞ കളറാണ്. അതിൻ്റെ അകത്തുള്ള ഡെൻറ്റീനാണ് വെളുത്ത കളറ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദ്രവിച്ച പല്ലാണ് നമ്മൾ ഈ പറയുന്ന വെളുത്ത പല്ല്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള പല്ല് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അപ്പം ഉമിക്കിരി കഴിയുന്നതും ഹാർഡായിട്ടുള്ള സാധനങ്ങൾ, ഉമിക്കിരി, പഞ്ചസാര, ഉപ്പ്, ഇങ്ങനെ കുറേ ഹോം റെമഡീസ് ഉണ്ടല്ലോ. അതുകൊണ്ട് ബേസിക്കലി പല്ലിന് ഒരു ബെനിഫിറ്റും ഉണ്ടാവാൻ പോകുന്നില്ല. നല്ല ഒരു ഫ്ലൂറൈഡ് അടങ്ങിയ ഒരു ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്ത് പല്ല് തേച്ചാൽ മാത്രം മതി. പല്ല് നല്ല വൃത്തിയായി വന്നോളും. ഡോക്ടർ, അല്ലാതെ കുറെ ദുശീലങ്ങളുണ്ടല്ലോ, മറ്റ് സാധനങ്ങൾ വായിൽ യൂസ് ചെയ്യുക എന്നുള്ളത്, അതുപോലെ തന്നെ ഈ ചായ, കാപ്പി, ഇങ്ങനെയൊക്കെയുള്ള കുറെ ദുശീലങ്ങൾ, ഇതൊക്കെ എത്രത്തോളം നമ്മുടെ കേടുപാടുകൾ ഉണ്ടാക്കും പല്ലിന്? ചായ, കാപ്പി, ഈ സ്മോക്കിംഗ്, ഇതൊക്കെ നമ്മളെ പല്ലിൻ്റെ ഈ കളറ് മാറും. ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടെ മഞ്ഞ കളറും ടൊബാക്കോ യൂസ് ചെയ്ത് ബ്ലാക്ക് സ്റ്റെയിൻസുമാണ് വരുന്നത്. അപ്പം കഴിയുന്നതും ഇതെല്ലാം ചായ, കാപ്പി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മിതമായിട്ട് ഒരു ദിവസം 1 പ്രാവശ്യമോ 2 പ്രാവശ്യം മാക്സിമം. അപ്പം ടൊബാക്കോ മാത്രമല്ല യൂസ് ചെയ്യുമ്പോഴത്തേക്കും പ്രശ്നം, നമുക്ക് ഈ പാൻ മസാല അതേപോലെയൊക്കെ സാധനങ്ങളുണ്ടല്ലോ, അതും യൂസ് ചെയ്യുമ്പോഴും ഇതേപോലെ ബ്ലാക്ക് ആയിട്ട് കറകൾ വരും. അപ്പം ഇതിനെ നമ്മൾ ഫസ്റ്റ് തിങ് ഇത് ക്ലീൻ ചെയ്താൽ പോകും. ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയി സ്കെയിൽ ചെയ്യണം. സ്കെയിലിങ് ആൻഡ് പോളിഷിങ് ചെയ്യുമ്പോൾ ഈ കറകളെല്ലാം വൃത്തിയായി പോകും. പക്ഷെ അടുത്ത ദിവസം തൊട്ട് വീണ്ടും സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യവും ഇല്ല. ഈ കറ മാറ്റിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വീണ്ടും അത് കറ വന്നടിയും. പിന്നെ അത് മോണരോഗമായി മാറും. പിന്നെ പല്ലുകൾ ഇളകി പോകാൻ തുടങ്ങും. അതുകൊണ്ട് ബെസ്റ്റ് തിങ് ഈ വളരെ ദുശീലങ്ങൾ മാറ്റുക എന്നുള്ളതാണ്. ഏറ്റവും പെട്ടെന്ന് മാറ്റുക. പല്ല് സംരക്ഷിക്കേണ്ടതും പല്ലിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കുറേ ദുശീലങ്ങളെ കുറിച്ചുമായിരുന്നു ഇന്ന് ഡോക്ടർ നമ്മളോടൊപ്പം സംസാരിച്ചത്. ഇനി മറ്റൊരു കണ്ടന്റുമായിട്ട് വീണ്ടും എത്താം. താങ്ക് യു ഡോക്ടർ.